ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ. സമയം ഇപ്പോൾ 7:53. ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് തീർക്കാൻ വേണ്ടി ചാടി എണീച്ചേക്കുന്നതാണ്. അപ്പം മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്ന്. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാനൊരു കംപ്ലീറ്റ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തൊക്കെ കഴിക്കുന്നത്, എവിടെയൊക്കെ പോകുന്നത്, എൻ്റെ ജോലി എന്താണ്, വർക്കൗട്ടിനൊക്കെ എങ്ങനെയാണ് പോകുന്നത്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. സോ ഇത് മൊത്തത്തിൽ ഒരു 1 മിനിറ്റ് വീഡിയോ ആക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി തൊട്ട് ലോങ് കണ്ടൻറ്റ് വീഡിയോസിനകത്തോട്ട് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാം. അധികം ആൾക്കാർ കാണത്തില്ലായിരിക്കും, പക്ഷേ ഒരിക്കലും നമുക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും നമുക്കൊരു 30 സെക്കൻഡുള്ള വീഡിയോത്തിനകത്തോ 60 സെക്കൻഡുള്ള വീഡിയോക്കകത്തോ പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വ്ളോഗ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അത് നാച്ചുറലി എൻ്റെ നിന്ന് വരുന്നതാണ്. ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും എഴുതി കാര്യങ്ങളൊന്നും ചെയ്ത് വരുന്നതൊന്നും പ്രോപ്പറായിട്ട് വരത്തില്ല. അപ്പം നമുക്ക് നാച്ചുറലി എങ്ങനെ വരുന്നോ അത് അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി തൊട്ട് ലോങ് കണ്ടൻറ്റ് വീഡിയോസ് ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എനിക്ക് പറ്റത്തില്ല. ഇൻസ്റ്റഗ്രാമിൻ്റെ ട്രെൻഡിനനുസരിച്ച് വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് എന്തോ ആലോചിച്ചിട്ട് പറ്റുന്നില്ല. എനിക്ക് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഞാൻ ലോങ് കണ്ടൻറ്റ് വീഡിയോ ചെയ്യുമ്പോഴും അതിനകത്ത് നിങ്ങൾ ആരെങ്കിലും വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. കാരണം ഇൻസ്റ്റഗ്രാം എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് സാച്ചുറേറ്റഡ് ആയ പോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ യൂട്യൂബിനകത്തോട്ട് നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചാനലോ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൂടെ കൂടിക്കോ. കാരണം എന്തെങ്കിലുമൊക്കെ ബെനിഫിഷ്യലായിട്ട് നിങ്ങൾക്ക് അന്ന് കിട്ടും. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലെ ലൈഫ് സ്റ്റൈൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും, ഫുഡ് കൾച്ചർ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും, ട്രാവലിംഗ് ഇൻക്ലൂഡ് ചെയ്യും, എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു അതെല്ലാം ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഒരു 80% ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ബാക്കി 20% എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കാം. അതിപ്പം ചില എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിൽ വീഡിയോയ്ക്കകത്ത് വരാൻ താല്പര്യം ഉണ്ടാകത്തില്ല, എൻ്റെ പേരൻസിനുണ്ടാകത്തില്ല. അപ്പം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അധികം ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാതെ മാക്സിമം ഒഴിവാക്കിയിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മാത്രം വീഡിയോയ്ക്കകത്ത് വരുന്ന രീതിയിലായിരിക്കും വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരാൻ ആഗ്രഹമുള്ളവരെ ഞാൻ വീഡിയോയ്ക്കകത്ത് വരുത്താം. പിന്നെ നമ്മൾ ഇതായിട്ട് ഇവിടെ ക്യാമറയൊക്കെ ഇവിടെ ചാർജിലിട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ വിഷ്വൽസും കാര്യങ്ങളും ഇന്നലെ നല്ലൊരു വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമ്പ്യൂട്ടറിലോട്ട് മാറ്റി. അപ്പം ഇപ്പോൾ ഫോണിൽ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ്. കാരണം ഫോൺ എടുത്തുകൊണ്ട് പോകണ്ടേ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ വർക്കിന് പോകണം. അപ്പോൾ ടൈം കളയാനില്ല. 8 മണിക്ക് ഇനിയിപ്പം 1 മണിക്കൂർ കൊണ്ട് ഞാൻ റെഡിയായിട്ട് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങണം. എന്നാലേ നമുക്ക് വർക്കിന് കറക്റ്റ് സമയത്ത് ചെല്ലാൻ പറ്റും. 11 മണിക്ക് മുമ്പേ എനിക്ക് വർക്ക് എവിടെയാണോ, ബാംഗ്ലൂർ എവിടെ വെച്ചാണെങ്കിലും 11 മണിക്ക് മുമ്പേ എനിക്ക് അവിടെ ചെല്ലണം. അപ്പം മോസ്റ്റ്ലി ഇന്ന് ഞാൻ പോകുന്നത് അടുത്ത് ഇവിടുന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു 1/2 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒരു 10 മണി 10:15 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ മതി. അതുകൊണ്ട് ഞാൻ ഇന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാനേജർ എത്തും. മാനേജർ മുംബൈയിൽ നിന്ന് വരും. അപ്പം 2 months കൂടുമ്പം ഒരു പ്രാവശ്യം വിസിറ്റ് ഉള്ളത് ബാംഗ്ലൂർക്ക്. പിന്നെ മാനേജർ വരുന്നതുകൊണ്ട് വ്ളോഗ് നടക്കുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് ഹോസ്പിറ്റൽ വിസിറ്റാണ്. ഞാൻ ഫാർമഡി ഗ്രാജുവേറ്റ് ആണ്. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ കാർഡിയാക് പേഷ്യൻസിന് നമ്മൾ പേഷ്യൻ്റ് കൗൺസിലിംഗ് കൊടുക്കും. അതിപ്പം നമ്മുടെ കമ്പനി വകയാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ്സ് എടുക്കുന്ന പ്രീമിയം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സാണ്. അപ്പം ആ ഒരു ക്ലയൻസിന് ആ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ പ്രോഡക്റ്റിനെ കുറിച്ചും അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും മോഡിഫിക്കേഷൻ എങ്ങനെ ചെയ്യണം, ഡയറ്റൊക്കെ എങ്ങനെ ഫോളോ ചെയ്യണം, എക്സസൈസ് ഗൈഡൻസ് ഒക്കെ നമ്മൾ കൗൺസിലിംഗ് സെഷൻസ് ആയിട്ട് കൊടുക്കും. അതാണ് എൻ്റെ മെയിൻ ജോലി. അപ്പം അതാണ് പ്രൊഫഷൻ. ആ പ്രൊഫഷൻ്റെ പുറത്ത് ഈ പാഷനായിട്ട് ഒത്തുചേർന്ന് പോകുന്നതുകൊണ്ടാണ് ഞാൻ ആ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഞാൻ ടീച്ചിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനത് നിർത്തിയിട്ടാണ് ഇപ്പം ഇതിനകത്തോട്ട് വന്നേക്കുന്നത്. ഒരു വലിയ സ്വപ്നമുണ്ട്, അതിലോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇപ്പോൾ ആയിട്ടില്ല. ഈ മിഡിൽ ക്ലാസ് ബോയ്സിൻ്റെയൊക്കെ സ്വപ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് എപ്പോൾ സാക്ഷാത്കാരമാവും എപ്പോൾ ആവത്തില്ല എന്നൊന്നും പറയണ്ട. കാരണം ആരുടെയും സപ്പോർട്ടൊന്നും കാണത്തില്ല. നമുക്കൊന്നും ആരും താങ്ങി നിർത്താനൊന്നും കാണത്തില്ല. പ്രത്യേകിച്ച് നമുക്ക് കൊലാറ്ററൽ സൈഡ് വെക്കാനൊന്നും കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പം ലോൺ തരാനൊന്നും ആരും കാണത്തില്ല. അപ്പോൾ പിന്നെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ എത്തിച്ചേരുന്നതിൽ തന്നെ കുറേ കാലം എടുക്കും. പക്ഷെ എന്തായാലും എത്തിച്ചേരും. നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവരാണെന്ന് എന്തായാലും എത്തിച്ചേരും. അതുകൊണ്ട് എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. ആ ഒരു കാര്യം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് എന്നെ വിശ്വാസമുണ്ട്. ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എൻ്റെ സ്വപ്നത്തിലൊത്ത് എത്തിച്ചേരും. അതിനുവേണ്ടി കഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷനില്ല.
പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ ഒരാൾ ഇതേ കിടന്നുറങ്ങുന്നുണ്ടോ? രാവിലെ വന്ന് എന്നെ വിളിച്ച് കുത്തി എണ്ണീപ്പിക്കുന്നു. ഇപ്പം അലാറം ഒന്നും വേണ്ട എനിക്ക്. 7 മണിക്ക് എൻ്റെ അലാറം അടിക്കുന്നതിന് മുമ്പ് ക്യാപ്പ് എണ്ണീക്കും. ക്യാപ്പ് എണ്ണീച്ച് വന്ന് എന്നെ കുത്തിപ്പോകും. അതാണിപ്പം പതിവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിയാകുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് മുള്ളാനോ അപ്പിടാനോ എണ്ണീക്കും. നേരെ പോവും, സാധിച്ചിട്ട് വന്നിട്ട് എന്നെ വിളിച്ച് എണ്ണീപ്പിക്കും. ഞാൻ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, പോയി എടുത്ത് കളയാൻ. അതാണിപ്പം മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് രാവിലെ മൂഡൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു കോഫി അടിക്കാം. പിന്നെ ഓവർനൈറ്റ് ഓട്സ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കഴിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ റൂം കുളമായിട്ട് കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ ഒരു സാധനമുണ്ട്, ഞാൻ എത്ര റൂം വൃത്തിയാക്കിയിട്ടാലും അതെല്ലാം കുളവാക്കാൻ വന്നിരിക്കുന്ന കണ്ടില്ലേ? നമുക്കറിയാം അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന്, അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഡേ, ഇത് ഇത്ര നേരം ഉറങ്ങുമല്ലായിരുന്നോ? ഇപ്പം എന്താ ഇവിടെ വന്നിരിക്കുന്നേ? പോയി കിടന്ന് ഉറങ്ങിക്കോ. ഫുഡില്ലെന്ന്. ഫുഡില്ല നോക്കുന്നുണ്ട്. അവർക്കറിയാം ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് കിട്ടാതിരിക്കത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ പുറകെ വാല് കണക്ക് വന്നിരിക്കുന്നത്. കോഫി പൗഡർ ഉണ്ടോ? ഒരെണ്ണം ഉണ്ട്, വാങ്ങിക്കണം. അപ്പം ഈ റൂം വളരെ മെസ്സി ആയിട്ട് കിടക്കുവാണ്. നിങ്ങൾ ഇനി അതൊന്നും കണ്ടിട്ട് എന്നെ തെറി വിളിക്കാൻ പറ്റരുത്. ഞാൻ വളരെയധികം ഡീസൻ്റായിട്ട് കൊണ്ടു നടക്കുന്ന എൻ്റെ റൂം ഇവൾ വന്നതിന് ശേഷമാണ് ഇതിപ്പോൾ ഇങ്ങനെ ആയേക്കുന്നത്. കാരണം നമുക്ക് പകുതി സാധനങ്ങൾ റൂമിൽ വെക്കാൻ പറ്റത്തില്ല. റൂമിലാണ് ഞാൻ ഇവളെ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ ഞാൻ വർക്കിന് പോകുമ്പം ഇവളെ റൂമിലിട്ടിട്ടായിരിക്കും പോകുന്നത്. അപ്പം ചട്ടിക്ക് മൂഡ് സ്വിങ്സ് വരും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ എന്നോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ റൂമിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നശിപ്പിക്കും. അയ്യോ, മൊത്തം എടുത്തു കഴിഞ്ഞാൽ സീനാവില്ല. ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോകുമ്പോൾ എനിക്ക് മാക്സിമം പണിയാണ്. പിന്നെ കുഞ്ഞായതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല അധികം. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഭയങ്കര ഡീസൻ്റാണ്. ഞാനില്ലാത്ത സമയത്ത് ആ ഡീസൻസി ഇച്ചിരി കുറയും. അതേപോലെ തന്നെ അമ്മയൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഇവളുടെ കുരുത്തക്കേട് കൂടും. കാരണം കൊഞ്ചിക്കാൻ കുറച്ച് പേരുള്ള രീതിയിലാണ് തോന്നുന്നത്. സോ ഞാൻ മാത്രം ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡീസൻ്റാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അശട്ടിയുടെ സ്വഭാവം പുറത്തിറക്കും. എന്നിട്ട് തറയിലെങ്ങും ഒന്നും വെക്കാൻ പറ്റത്തില്ല മാക്സിമം. എന്താ പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഞാൻ വ്ളോഗ് ചെയ്യുമ്പോഴോ കറക്റ്റ് ക്യാമറ എടുത്തുകൊണ്ട് മൈക്കെടുത്ത് സംസാരിക്കുമ്പോഴോ കറക്റ്റ് നോക്കിയാൽ നിങ്ങൾ എല്ലാ മിക്കുള്ള വീഡിയോസിനകത്ത് ഞാൻ റൂമിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ ഇവിടെ തുറന്നു വിട്ടേക്കാണ്, ഇവിടെ വന്ന് സംസാരിക്കും. അപ്പോൾ ഞാൻ ഷുഗർ ഒഴിവാക്കുന്ന ബെസ്റ്റ് ഹാക്ക് എന്ന് അറിയോ? ഷുഗറിൻ്റെ സാധനമാണ് ഇത്. അമ്മ ഉണ്ടായിരുന്നപ്പം ഏകദേശം ഇത്ര ഉണ്ടായിരുന്നു. അമ്മ പോയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം ആവാറായി. അപ്പം ഇത് ഞാൻ ഉപയോഗിച്ച് തീർത്ത്. ഷുഗർ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഷുഗർ വാങ്ങിച്ചിട്ടില്ല. വീട്ടിൽ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനത് വാങ്ങിക്കത്തില്ല. പിന്നെ ഇപ്പം ഞാൻ സ്റ്റീവിയാണ് ഉപയോഗിക്കുന്നത് കോഫിക്ക്. അതും കോഫിക്ക് രാവിലെ ഒരു കോഫി, അത് മാത്രമേ ഉള്ളൂ എൻ്റെ റൊട്ടീനകത്തുള്ളത്. രാവിലെ ഒരു കോഫി എന്ന് പറയുമ്പോഴത്തേക്ക് അത് നിർബന്ധമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമാണ്. കാരണം എനിക്ക് കോഫി ഭയങ്കര ഒരു അഡിക്റ്റീവായിട്ടുള്ള സാധനമാണ്. ഞാൻ കഫൈൻ അഡിക്റ്റ് ആണോ എന്നൊരു ഡൗട്ട്. പക്ഷെ കോഫി എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സാധനമാണ്. നമുക്ക് ചായനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ് കോഫി. ഞാൻ പണ്ട് ചായ അഡിക്റ്റ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ അമ്മ കാണുമെന്നുണ്ട്. അമ്മയ്ക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പണ്ട് സ്കൂളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കണം, ട്യൂഷനൊക്കെ കാണും, സ്പെഷ്യൽ ട്യൂഷനൊക്കെ കാണും. പക്ഷേ ഞാൻ രാവിലെ കണ്ണ് തുറക്കണമെന്നുണ്ടെങ്കിൽ അമ്മ കൊണ്ടുവന്ന് ചായ എൻ്റെ കയ്യിൽ വെച്ചിരണം. ആ രീതിയിൽ അഡിക്റ്റ് ആയിരുന്നു ഞാൻ ചായ ഇടയ്ക്ക്. അതെപ്പോഴാണ് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് ഡേയ്സ് തുടങ്ങിയപ്പോഴാണ് മാറിയത്. കാരണം കോളേജിൽ ആരും
കോളേജിൽ ആരും അങ്ങനെ കൈ കൊണ്ട് സാധനം തരത്തില്ലല്ലോ. അങ്ങനെ ആ ശീലം മാറിയത്. പിന്നെ ഞാൻ കോഫി അഡിക്റ്റായി. വർക്കൗട്ടും ജിമ്മും ഒക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ ചായ ഒഴിവാക്കിയിട്ട് കോഫിയിലോട്ട് മാറി. പിന്നെ ഞാൻ കോഫി അഡിക്റ്റായി. ഏതെങ്കിലും ഒരു അഡിക്ഷൻ കാണും. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വ്ളോഗിനകത്ത് പ്രത്യേകിച്ച് വേറൊരു രീതിയിൽ ഒരാളായിട്ട് അഭിനയിച്ച് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന ചിലപ്പം സീരിയസ് ആയിട്ടുള്ള ആൾ വരാം. അതായത് എന്നെ തന്നെ ഉദ്ദേശിച്ച് സീരിയസ് ആയിട്ടുള്ള എൻ്റെ ഒരു വെർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ഡിപ്രഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈൻഡ് അപ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വെർഷൻ ഓഫ് മീ അതായിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈംസ് കാണാൻ പറ്റുന്നത്. പിന്നെ ചില്ലിങ് ആയിട്ടുള്ളവർ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ അത്രയ്ക്കും കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ എൻ്റെ ആ ഒരു ചില്ലിങ് വൈബ് വരുത്തുള്ളൂ. ഇല്ലാത്ത സമയത്ത് മോസ്റ്റ്ലി ഞാൻ സീരിയസ് ആണ്. പിന്നെ ഈ നമ്മൾ നിൽക്കുന്ന കണ്ടീഷൻ നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഒരു വൈബ് എന്ന് പറയുന്നത്. അപ്പം നല്ല വൈബുള്ള ആൾക്കാരെ കൂടെ നിൽക്കുമ്പം നമ്മളും കംപ്ലീറ്റ്ലി ഒരു വൈബുള്ള ആളായിട്ട് മാറും. സോ ഇതാണ് ഫസ്റ്റ് ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കോഫി, ഇത് കോഫി കപ്പാട്ടാ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇന്ന് ലഞ്ചിനകത്ത് കുടിക്കുന്നത്. ഇത് കോഫി കപ്പാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് വേണ്ടി ഗിഫ്റ്റ് തന്നതാണ്. പണ്ട് തൊട്ടേ എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇപ്പോഴത്തെ എൻ്റെ കുറച്ച് വീഡിയോസ് ഇല്ലേ, ഞാൻ ഫോട്ടോഗ്രാഫിയിലോട്ട് ഇറങ്ങുന്ന വീഡിയോസ് എന്നെ പണ്ട് തൊട്ടേ അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഹാപ്പി ആവുന്നു. ഞാൻ പഴയ ഒരു ആഗ്രഹം തിരിച്ചു പിടിക്കുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ, എന്നെ പണ്ട് തൊട്ടേ അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ ഹാപ്പിയാണ്. കാരണം ഞാൻ ഫോട്ടോഗ്രാഫിയിലോട്ട് തിരിച്ചു പോകുന്നു, പാഷൻ ഫോളോ ചെയ്യുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. കാരണം ഒരു ക്യാമറ എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന തൊട്ട് എൻ്റെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അത് ഞാൻ കൊടുത്തായിരുന്നു. പഴയ DSLR സെക്കൻഡ് ഹാൻഡ് ഞാൻ വാങ്ങിച്ചതാണ്. അതിനകത്താണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. അതിന് ശേഷം പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു ക്യാമറ എടുക്കുന്നത്. അതും വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് ഞാൻ എടുക്കുകയും ചെയ്തു. സോണിയുടെ ZV-E10 Mark II എന്ന് പറയുന്ന ക്യാമറയാണിത്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് തരാൻ പറ്റുന്നൊരു ക്യാമറയും കൂടിയാണ്. ക്രോപ്പ് സെൻസർ ക്യാമറയാണ്, പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോ ഔട്ട്പുട്ടും തരും. അത്യാവശ്യം ഫോട്ടോയ്ക്കും നല്ല രീതിയിൽ പറ്റും. പിന്നെ ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ സിഗ്മയുടെ 30 പ്രൈമാണ് എടുത്തേക്കുന്നത്. 1.2 എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രം ആലോചിക്കാൻ പറ്റുന്ന ലെൻസൊക്കെയാണ്. കാരണം 1.2 എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ ലൈറ്റ് സിറ്റുവേഷനിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ലോ ലൈറ്റ് സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അത് ചാർജ് കയറിയിട്ടുണ്ട്. അത് ഇപ്പം ഞാൻ പുറത്തിറക്കാറില്ല അധികം, കാരണം മഴയായതുകൊണ്ട് വെതർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ക്യാമറ മോസ്റ്റ്ലി അങ്ങനെ മഴയുള്ള സമയത്ത് ഞാൻ പുറത്ത് പോകാന്നുണ്ടെങ്കിൽ എടുക്കാറില്ല. പിന്നെ ഞാൻ കൊണ്ടുവന്നത് ഈ ക്യാമറ ആയിരിക്കും, അതായത് DJയുടെ ആക്ഷൻ ക്യാമറ. അതാകുമ്പോൾ നമുക്ക് മഴയായാലും കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് വാട്ടർ പ്രൂഫാണ്. പിന്നെ ബാഗിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വെക്കാൻ പറ്റും. ക്യാമറ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ഷൂട്ട് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വേറെ ബാഗുണ്ട്, അതിനകത്ത് കൊണ്ടുപോകും. വർക്കിന് പോകുമ്പോൾ ഞാനതിങ്ങനെ എടുക്കാറില്ല. മുമ്പിൽ അങ്ങ് തീർക്കും ഇത്. കഴിച്ചോ. ഇതാണ് പ്രോട്ടീൻ പൗഡറിൻ്റെ ഡപ്പയ്ക്കകത്താണ് നമ്മൾ അവളുടെ ഫുഡ് വെച്ചേക്കുന്നത്. അപ്പം വാ കം ഈറ്റ്. അനുസരണയൊക്കെ ഉണ്ട്, വാ ഈറ്റ്. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ ഇറങ്ങുമ്പം എൻ്റെ കൂടെ വരാൻ വേണ്ടിയാണ്. ഞാൻ ഇറങ്ങുമ്പം എൻ്റെ കൂടെ പയ്യനെ വരും. കാരണം ഞാൻ ചിലപ്പോൾ ഈ ഡോറ് ക്ലോസ് ചെയ്യാറുണ്ട്. അത് പേടിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. കഴിച്ചോ, ഞാൻ കൂട്ടുന്നില്ല. അപ്പം ഇപ്പോൾ ഓടി വന്ന് നോക്കും, എൻ്റെ പുറകെ വന്ന് നോക്കും. ഞാൻ അനങ്ങുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ തിരിച്ചു പോകും.
തിരിച്ചു പോയി ഞാൻ അവിടെ പോയി കഴിച്ചോളൂ. കഴിച്ചിട്ട് എന്നിട്ട് വിളിക്കും വെള്ളം കൊടുക്കാൻ വേണ്ടി. വെള്ളം തരാം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഡോഗ്സൊക്കെ അത്യാവശ്യം നല്ല സ്മാർട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവള് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല സ്മാർട്ടായിട്ടുള്ളൊരു പപ്പിയാണ്. ക്യാരക്ടർ ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ ഇവക്ക്, പക്ഷെ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. കഴിച്ചോ കണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം ക്യാരക്ടർ ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ നമുക്ക്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കുരുത്തക്കേട് കാണിച്ച് അവർക്കറിയാം വഴക്ക് കിടക്കും. എൻ്റെ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഇപ്പം ഈ ക്വാണ്ടിറ്റി വന്നതേ ഞാൻ പാലും കൂടി ചേർത്തൊന്ന് ലൂസാക്കിയപ്പോഴാണ്. അപ്പം ഇതിനകത്ത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 500 കാലറി എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ പാത്രത്തിൻ്റെ ടയർ ഓഫ് ചെയ്താൽ കഴിഞ്ഞാൽ പോലും ഈ 400 എന്ന് പറഞ്ഞത് ഒരു 300 പോട്ടെ 350 ഗ്രാം കാണുമേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 350 ഗ്രാമിനകത്ത് 500 പുറത്ത് കാലറീസ് ഉണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഫുഡൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഓട്സൊക്കെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഡെൻസ് കാലറീസ് ആണ്, ഒന്ന് ട്രാക്ക് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് വരാം, എന്നിട്ട് റെഡി ആവാം. മാനേജർ വരുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ എത്തണം. ഒരു മിനിറ്റ്. അപ്പം ബൈക്കിൽ പോകുന്നുണ്ട്, ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. കൂട്ടിയോ? കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നീണ്ടേ ഹെൽമെറ്റൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണ്. ബൈക്കിൽ പോകുന്നുണ്ട്, ഇങ്ങനെയും കുറച്ച് കുഴപ്പങ്ങളുണ്ട്. മഴ പെയ്താലും വെയിൽ വന്നാലും നമ്മളെല്ലാം സഹിക്കണം. പക്ഷേ ബൈക്കിലായതുകൊണ്ട് മാത്രമാണ് നമുക്ക് സമയത്തിന് ബാംഗ്ലൂർ എവിടെയെങ്കിലും എത്താൻ പറ്റത്തുള്ളൂ. കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ സമയത്തിനൊന്നും എത്താനൊന്നും പറ്റത്തില്ല. ആൻഡ് നമ്മുടെ ബൈക്ക് കൂടി ഇരിപ്പുണ്ട്. ഇപ്പോൾ 2 ബൈക്കുണ്ട് കേട്ടോ. സോ എൻ്റെ കയ്യിൽ മെയിനായിട്ട് 2 ബൈക്കാണുള്ളത്. ഇത് എൻ്റെ അനിയൻ ഇവിടെ വെച്ചിട്ട് പോയതാണ്. അത് ഇപ്പുറത്ത് പണി നടക്കുന്നതുകൊണ്ട് ഫുള്ള് പൊടിയാണ്. തിരിച്ച് വന്നിട്ട് അതൊന്ന് തുടയ്ക്കണം. പിന്നെ നമ്മുടെ മെയിൻ ആൾ താണ്ടിരിക്കുന്നു. ഇവൻ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള ആളാണ്. സോ എൻ്റെ വണ്ടി എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ്. കാരണം കുറേ വർഷങ്ങൾ ആഗ്രഹിച്ച് ഞാൻ സ്വന്തമാക്കിയത് ഇവനെ. അതുകൊണ്ട് ഇവനായിട്ടുള്ളൊരു ബോണ്ടും ഒരു പ്രത്യേക ബോണ്ടാണ്. അപ്പോൾ ഞാനെന്തായാലും വണ്ടി ഓട്ടിക്കുമ്പോൾ സംസാരിക്കുന്നില്ല. അതിന് പ്രത്യേകിച്ച് മോട്ടോ വ്ളോഗിങ് സെറ്റപ്പൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഞാൻ വെറുതെ റിസ്ക് എടുക്കുന്നില്ല. ഇത് ഇരിക്കട്ടെ കയ്യിൽ, ആവശ്യമില്ല. അപ്പം നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാണാം, ഇല്ലെന്നുണ്ടെങ്കിൽ ലേറ്റാവും. ഓക്കെ, നമുക്ക് അവിടെ കാണാം. ബൈ. നേരത്തേക്ക് വ്ളോഗുണ്ട്. ഇപ്പോൾ സമയം 3:45 ഞാൻ ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. എൻ്റെ മാനേജർ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ മുംബൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവരുമായിട്ട് വേണം ലഞ്ച് കഴിക്കാൻ പോകാനായിട്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ പോയി ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ജിമ്മിലെത്തിയിട്ടുണ്ട്. ഇപ്പം ഷൂട്ടിങ്ങിന് എല്ലാം റെഡിയാണ്. ഇന്ന് ബാക്ക് ആൻഡ് ബൈസെപ്സ് ആയിരിക്കും. പക്ഷേ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്, ഇതിനകത്ത് വരത്തില്ല. കാരണം ഇന്ന് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യാൻ ഒരാളും കൂടി ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അവനൊരു ICN കോമ്പറ്റീഷൻ വിന്നർ കൂടിയാണ്. സോ അവനുമായിട്ടുള്ളൊരു വർക്കൗട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പോകുന്നത്. സോ അത് സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ എന്തായാലും കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാനിവിടെ വാമപ്പ് ചെയ്തത്
അതൊന്നും പറയാൻ കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് തല ഇറങ്ങുന്ന പോലെ തോന്നി. Skinny guy. ആ Skinny guy. ഓ സ്കിനി ഗായ്. ആ സ്കിനി ബിച്ച്. 5 6 7 ഗൈസ്. അങ്ങനെ സമയം ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. ഇനി എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ടൈമില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഗ്രില്ലാണ്. ഇത് മയണൈസ് അല്ല കേട്ടോ, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ഡിപ്പാണ്. നമ്മളൊരു യോഗട്ടും ഷെജ്വാൻ സോസും കൂടി ഇതാക്കിയിട്ടൊരു ചെറിയ സ്പൈസി മയണൈസ് കണക്ക്. ഇത് മയണൈസിന് ഒരു ഓൾട്ടർനേറ്റീവ് ആണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ജസ്റ്റ് കുറച്ച് യോഗട്ട് അല്ലെങ്കിൽ തൈര് എടുക്കുക, പുളി അധികം ഇല്ലാത്ത തൈര് എടുക്കുക, കുറച്ച് ഷെജ്വാൻ സോസ് അതിനകത്തോട്ട് ഒഴിക്കുക, സെറ്റ് സാധനമാണ്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ കുറച്ച് സാലഡുണ്ട്, ഇത് പുതിന ചട്നി. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇന്നത്തെ മീൽ സെറ്റാണ്. കാർബ്സായിട്ട് പ്രത്യേകിച്ചൊന്നും എടുക്കുന്നില്ല, ഇത് കഴിയുമ്പോൾ തന്നെ വയറ് അറിയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഇന്നലെ എടുത്ത വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് ഇനി ഞാൻ ഇത് വെച്ച് നീട്ടുന്നില്ല. ക്യാപ്പിനുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ അവിടെ കിടന്ന് ബഹളം തുടങ്ങും. അതിനുമ്പ് ഞാൻ എൻ്റെ ഫുഡ് കഴിച്ച് തീർക്കട്ടെ. അപ്പം സി യു ഗൈസ്, ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മുടെ വർക്കൗട്ടിൻ്റെ വീഡിയോ ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരുന്നത്, അപ്പോൾ എന്തായാലും അത് കാണാൻ മറക്കരുത്. ഓക്കെ ബൈ.